ഇന്ത്യൻ ഹിസ്റ്ററി. ആര്യസമാജം 1875. 1875 മുംബൈയിലാണ് ആര്യസമാജം സ്ഥാപിച്ചത്. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യസമാജം സ്ഥാപിച്ചത്. ഒന്നുകൂടി പറയാം. 1875 മുംബൈയിലാണ് ആര്യസമാജം സ്ഥാപിച്ചത്. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യസമാജം സ്ഥാപിച്ചത്. സ്വാമി ദയാനന്ദ സരസ്വതി ഹിന്ദിയിൽ രചിച്ച സത്യാർത്ഥ പ്രകാശമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി. സ്വാമി ദയാനന്ദ സരസ്വതി ഹിന്ദിയിൽ രചിച്ച സത്യാർത്ഥ പ്രകാശമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി. വേദങ്ങളിലേക്ക് മടങ്ങിപ്പോവുക എന്നതാണ് ആര്യസമാജത്തിൻ്റെ തത്വം. വേദങ്ങളിലേക്ക് മടങ്ങിപ്പോവുക എന്നതാണ് ആര്യസമാജത്തിൻ്റെ തത്വം. ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചതും സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചതും സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. രാമകൃഷ്ണ മിഷൻ 1897. 1897 സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്. 1897 സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്. സ്വാമി വിവേകാനന്ദൻ്റെ കുട്ടിക്കാലത്തെ പേര് നരേന്ദ്രനാഥ് ദത്ത എന്നാണ്. സ്വാമി വിവേകാനന്ദൻ്റെ കുട്ടിക്കാലത്തെ പേര് നരേന്ദ്രനാഥ് ദത്ത. 1893 ചിക്കാഗോയിൽ നടന്ന പ്രസിദ്ധമായ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്തത് സ്വാമി വിവേകാനന്ദനാണ്. 1893 ചിക്കാഗോയിൽ നടന്ന പ്രസിദ്ധമായ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്തത് സ്വാമി വിവേകാനന്ദനാണ്. സിസ്റ്റർ നിവേദിത മാർഗരറ്റ് നോബിൾ എന്ന ഇംഗ്ലീഷ് വനിത രാമകൃഷ്ണ മിഷൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു. സിസ്റ്റർ നിവേദിത എന്ന ഇംഗ്ലീഷ് വനിത രാമകൃഷ്ണ മിഷൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു. രാമകൃഷ്ണ മിഷൻ്റെ ആസ്ഥാനം ബേലൂർ, കൊൽക്കത്ത. രാമകൃഷ്ണ മിഷൻ്റെ ആസ്ഥാനം ബേലൂർ, കൊൽക്കത്ത. പ്രബുദ്ധ ഭാരതം, ഉദ്ബോധനം എന്നിവ സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങളാണ്. പ്രബുദ്ധ ഭാരതം, ഉദ്ബോധനം എന്നിവ സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങളാണ്. ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്നത് രാമകൃഷ്ണ പരമഹംസരാണ്. ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്നത് രാമകൃഷ്ണ പരമഹംസനാണ്. ലോകഹിതവാദി എന്നറിയപ്പെടുന്നത് ഗോപാൽ ഹരി ദേശ്മുഖ്. ലോകഹിതവാദി എന്നറിയപ്പെടുന്നത് ഗോപാൽ ഹരി ദേശ്മുഖ്. സത്യശോധക സമാജ് സ്ഥാപിച്ചത് സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ഗോവിന്ദറാവു ഫൂലെയാണ്. സത്യശോധക് സമാജം സ്ഥാപിച്ചത് ഗോവിന്ദറാവു ഫൂലെയാണ്. ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ സ്ഥാപകൻ മദൻ മോഹൻ മാളവ്യയാണ്. ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ സ്ഥാപകൻ മദൻ മോഹൻ മാളവ്യയാണ്. ഇന്ത്യ ചരിത്രം പ്രധാനപ്പെട്ട വർഷങ്ങൾ. ഇന്ത്യ ചരിത്രം പ്രധാനപ്പെട്ട വർഷങ്ങൾ. മുഹമ്മദ് ഗസ്നി ഇന്ത്യ ആക്രമണം 1001 AD. ഒന്നുകൂടി പറയാം. മുഹമ്മദ് ഗസ്നി ഇന്ത്യ ആക്രമണം 1001 AD. മുഹമ്മദ് ഗോറി ഇന്ത്യ ആക്രമണം. മുഹമ്മദ് ഗോറി ഇന്ത്യ ആക്രമണം 1175 AD. 1175 AD മുഹമ്മദ് ഗോറി ഇന്ത്യ ആക്രമണം. അറബികളുടെ ആക്രമണം 712 AD. അറബികളുടെ ആക്രമണം 712 AD. ആക്രമണം നയിച്ചത് മുഹമ്മദ് ബിൻ കാസിം ആണ്. ആക്രമണം നയിച്ചത് മുഹമ്മദ് ബിൻ കാസിം ആണ്.